ഇന്ന് നമുക്ക് തൊണ്ടവേദനയും ജലദോഷമൊക്കെ വരുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ചോറുണ്ടാക്കാം. കാരണം നമുക്ക് ആ സമയത്ത് എന്തും നമുക്ക് വായയ്ക്ക് രുചി തോന്നില്ലല്ലോ. അപ്പോൾ രുചി തോന്നുന്നതായിട്ടുള്ള ഒരു മിളക് സാദം ഉണ്ടാക്കാം. അതിലേക്കായി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യാണ് ഇടുന്നത്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നെയ്യിന് പകരം നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ. അത് ചൂടായ ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് നല്ല പോലെ ചതച്ചത് ഇതിലേക്ക് ഇട്ടു. പിന്നീട് കുറച്ച് നല്ലോണം കറിവേപ്പില കേട്ടോ. കറിവേപ്പില ചതച്ചതൊന്നുമില്ല, അങ്ങനെ ഇടുക ചെയ്തത്. പിന്നെ 10-12 വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ടു. അത് ഒന്ന് വെളുത്തുള്ളി നല്ലൊരു പച്ചമണം പോകുന്ന സമയത്ത് ഇതേമാതിരി ഒരു 10-12 ചെറിയ ഉള്ളി അതും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ കൂട്ടത്തിലിട്ടു. നല്ല പോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഈ ഉള്ളിയൊക്കെ നല്ല പോലെ ആവണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഉള്ളിച്ചോറ് വെക്കുമ്പോഴൊക്കെ ഉള്ളി ഇങ്ങനെ മൊരിഞ്ഞെടുക്കില്ലേ, അതുമാതിരി ഉള്ളി മൊരിയണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. പിന്നീട് ഞാനിതിലേക്ക് പാകത്തിന് ഉപ്പിട്ടു കേട്ടോ. അത് നോക്കി ചോറ് എത്രയുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഉപ്പിടുമ്പോൾ ഉള്ളി ഒന്നുകൂടി വേഗത്തിൽ മുരിഞ്ഞ് കിട്ടും നമുക്ക്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്. അത് ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല, അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇതില്ലേ കായം അതും ചേർക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ചോറിട്ടിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നല്ല പോലെ ഒന്ന് ഇളക്കണം, നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. അതിലത്തെ ഉപ്പും എല്ലാം അതിൽ പിടിക്കണം. പിന്നെ അതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നല്ലോണം മുരിയണം. ഇതിൽ മുരിഞ്ഞിട്ടുണ്ട്, ആ മുരിഞ്ഞുള്ള ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഉള്ളിച്ചോറൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഇത് നല്ലൊരു ഡിഷാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഓംലെറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കൂടി ആവുമ്പോൾ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് ഓംലെറ്റ് ഇതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.